ഹലോ, ഇന്ന് നമുക്ക് പൊട്ടാറ്റോ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ, കുറച്ച് എള്ള്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നെയ്യ് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മാവ് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കറിയാണ് തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം പാകമായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായി ചതച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കാം. ഇതെല്ലാം നന്നായിട്ട് പാകമായിട്ട് വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുത്താൽ നമുക്ക് സമൂസയിലേക്കുള്ള കറി തയ്യാറായിട്ടുണ്ട്. നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അത് ഒന്ന് നീളത്തിൽ പരത്താം. അതിനുശേഷം നമുക്കത് നടു മുറിക്കാം. ഓരോ ഭാഗം എടുത്തിട്ട് കോൺ പോലെ ആക്കിയെടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറി ഇതിലേക്ക് വെച്ചിട്ട് സൈഡെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവുകളും ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കാം. രണ്ട് സൈഡും നമുക്ക് നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാതും വറുത്തെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പൊട്ടാറ്റോ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സമൂസ തയ്യാറായിട്ടുണ്ട്.